കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് ഭക്തന്മാരോട് വലിയ കാരുണ്യമാണ്. നമുക്ക് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥനയോടെ, അതുപോലെ തന്നെ ദൈവത്തെ ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ എപ്പോഴൊക്കെയാണോ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുന്നത്, ആ സമയം ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന സമയമാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ തിരുവചനത്തിലൂടെ എത്ര മനോഹരമായിട്ടാണ് സങ്കീർത്തനത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭക്തന്മാരോട് ദൈവത്തിന് എത്രയോ വലിയ കരുണയാണുള്ളത്. ദൈവഭക്തി എപ്പോഴും നമുക്ക് ബലിഷ്ഠമായ ആശ്രയമാണ് എന്ന് സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് വരുന്ന ഒരു ഭക്തൻ, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഞാനൊരു പാപിയാണ്, ഞാൻ അയോഗ്യനാണ്, അങ്ങയുടെ മുൻപിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ മുട്ടുകുത്തി കരം കൂപ്പി അല്ലെങ്കിൽ ശിരസ് നമിച്ച് തന്നെ താഴ്മയോടെ നിർത്തി എളിമയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനോട് ദൈവം കാണിക്കുന്ന കാരുണ്യം അത് ആകാശത്തോളം ഉന്നതമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവഭക്തിയിൽ നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം എത്രയധികമായി നമ്മെ കരുണ കാണിക്കുന്നുവെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, പിതാവിന് മക്കളോടെന്നതുപോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് അലിവ് തോന്നുന്നു. കാരുണ്യം കാണിക്കുക മാത്രമല്ല, നമ്മളോട് അലിവ് തോന്നുന്നു ഭക്തന്മാരോട്. അതുകൊണ്ട് ദൈവഭക്തി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ഭക്തിയിൽ നിന്ന് മാറി നിന്ന് അകന്ന് കഴിയുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഭക്തിപൂർവം, പ്രാർത്ഥനാപൂർവം, വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, എളിമയോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മുകളിൽ ദൈവത്തിൻ്റെ കാരുണ്യം ആകാശത്തോളം ഉയരങ്ങളിൽ അത്രയും വലിയ കാരുണ്യമാണ്. പിതാവിൻ്റെ അടുത്ത് മക്കളോടൊന്നതുപോലെ ആ സ്നേഹം പിതാവായ ദൈവം നമ്മൾ കാണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളോട് കരുണയുള്ള ഒരു അപ്പച്ചനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരുണ ഞങ്ങളെല്ലാവർക്കും ലഭിക്കുവാൻ, ഞങ്ങളിൽ ദൈവഭക്തി എന്ന ആ പുണ്യം അഭ്യസിക്കുവാൻ, ദൈവസ്നേഹത്തിൽ വളരുവാൻ, പ്രാർത്ഥനയിൽ ഞങ്ങൾ വളർന്നു വരുവാൻ കർത്താവെ ഇത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണ തുളുമ്പും ഹൃത്തടമേ, പൊൻകിരണങ്ങൾ തൂകിടണേ, കരുണക്കടലാം യേശുവേ, കാരുണ്യത്തിൻ ഉറവയേ.